ഡോക്ടർ മോഹൻ വർഗീസ്, രണ്ട് മൂന്ന് കാര്യങ്ങൾ അസിം മുനീർ പറഞ്ഞതിൽ പ്രാധാന്യമുള്ളതാണല്ലോ. ഒന്ന്, ഈ ഇന്ത്യയിലെ ജാംനഗറിലുള്ള ഓയിൽ റിഫൈനറി അത് തകർക്കും. മറ്റൊന്ന്, ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്ന ഈ സംഘർഷത്തെ ലഘൂകരിച്ചത് അല്ലെങ്കിൽ ആ യുദ്ധത്തെ ഇല്ലാതാക്കിയത് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടാണ് എന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ തന്നെ അവകാശവാദത്തെ പാകിസ്ഥാൻ ശരിവെച്ചിരിക്കുന്നു. ഒരു സൈനിക മേധാവിക്ക് കിട്ടേണ്ടതിനേക്കാൾ വലിയ സ്വീകാര്യതയും അംഗീകാരവും പരിഗണനയും അമേരിക്ക നൽകിയിട്ടുണ്ട് ഈ രണ്ടു വട്ടത്തെ വരവിനിടയിൽ. കാരണം ആദ്യ തവണ ഡൊണാൾഡ് ട്രംപിനോടൊപ്പം ഒരു വിരുന്നിന് ക്ഷണിക്കപ്പെട്ടു അതിഥിയായിട്ടാണ് അസിം മുനീർ അമേരിക്കയിൽ പ്രത്യക്ഷപ്പെടുന്നത്. സാധാരണ നിലയിൽ രാഷ്ട്രതലവന്മാർക്ക് മാത്രം വിരുന്ന് നൽകുന്ന ഒരു പതിവ് തന്നെ തെറ്റിച്ചുകൊണ്ടാണ് അസിം മുനീറിനെ അമേരിക്ക ആ നിലയ്ക്ക് സ്വീകരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ ഒരു സൈനിക അട്ടിമറിയിലൂടെ ഭരണം കൈയാളാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ പിന്തുണ, പിന്നെ ബിസിനസ് താല്പര്യങ്ങൾ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കയുടെ അകൽച്ചയെ മുതലെടുക്കുക, അങ്ങനെ ആ മേഖലയിൽ മറ്റൊരു വലിയ കൂട്ടുകെട്ട് രൂപപ്പെടുത്തിയെടുക്കുക, ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക, കശ്മീരിനെ രാജ്യാന്തര വിഷയമാക്കി ഉയർത്താൻ അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കുക, ഇങ്ങനെ തുടങ്ങി പല നിലയ്ക്കും നമ്മളെ പ്രതിരോധത്തിലാക്കുന്ന, നമ്മളെ മറുചേരിയിലാക്കുന്ന ഒരു നീക്കമല്ലേ അസിം മുനീർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്താകും അതിൻ്റെ ഭാവി? ശ്രീ ഗോപികൃഷ്ണൻ, അസിം മുനീറിനെ സംബന്ധിച്ചിടത്തോളം മൾട്ടിപ്പിൾ അജണ്ട ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. തൻ്റെ മുൻഗാമി പർവേസ് മുഷറഫ് 1999 എന്താണോ ചെയ്തത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് അസിം മുനീർ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അർത്ഥ അവസരം അസിം മുനീർ കാണുകയാണ്. തൻ്റെ എക്കാലത്തെയും വളരെ വലിയ മോഹമായ പൊളിറ്റിക്കൽ അംബീഷനായ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കോ എത്തിപ്പെടുക, രാജ്യത്തിൻ്റെ ഭാഗധേയം താൻ നിർണ്ണയിക്കുക, അത് സാധ്യമാകണമെങ്കിൽ നൗ ഓർ നെവർ. ഇത് രാഷ്ട്രീയ നേതൃത്വം ദുർബലമാണ്. ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ ആകെ പരിതാപകരമായ നിലയിലാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഉള്ളിലുള്ള ഒരു ഹേർട്ട് ഫീലിംഗ്, തങ്ങൾ പരാജയപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂർ, അതിന് മറുപടി കൊടുക്കാൻ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയുന്നില്ല. സൈന്യം കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിക്ക് മാത്രമേ ഇന്ത്യക്കൊരു മറുപടി കൊടുക്കാനാവൂ എന്ന ഒരു ചിന്ത പാകിസ്ഥാനിലുണ്ട്. അതിനെ ക്യാപിറ്റലൈസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണം ഡിന്നർ മീറ്റിംഗിന് ലഭിക്കുന്നു 2 മാസം മുൻപ്. 2 മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും അമേരിക്കയിൽ നിന്നും ക്ഷണം ലഭിക്കുകയാണ്. സെൻട്രൽ കമാൻഡ് മേധാവി സ്ഥാനമൊഴിയുന്നു, അടുത്ത മേധാവി ചുമതല ഏറ്റെടുക്കുന്നു. ആ ചടങ്ങിൽ നേരത്തെ ഇവിടെ കേട്ടതുപോലെ ഇസ്രയേലിന്റെ സൈനിക മേധാവിയോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ സൈനിക മേധാവിക്കും ക്ഷണം ലഭിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്ക ഈസ് ഗിവിംഗ് എ സിഗ്നൽ ടു ദ ഹോൾ വേൾഡ്. ഇതാണ്, ദിസ് ഇസ് വാട്ട് വി ഹാവ് ടു ടെൽ ദ വേൾഡ്. നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക, ഞങ്ങൾക്ക് പെർമനൻ്റായി ഇന്ത്യയോടെ സ്ഥായി ഉണ്ട് എന്ന് കരുതരുത്. പാകിസ്ഥാനെ ഒരുപക്ഷെ എണ്ണ പരിവേഷണ രംഗത്ത് അമേരിക്ക സഹായിക്കും. ബംഗ്ലാദേശിന്റെ മുഹമ്മദ് യൂനിസ് തൽക്കാലത്തേക്ക് അനഭിമതനായിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ അതങ്ങനെയല്ല. ഇതൊരു മെസ്സേജ് അമേരിക്ക കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കിക്കൊണ്ട് 25-ാം തീയതി വരുമെന്ന് കരുതപ്പെടുന്ന, ഈ മാസം 25-ാം തീയതി വരുമെന്ന് കരുതപ്പെടുന്ന അമേരിക്കൻ വ്യാപാര പ്രതിനിധി സംഘവുമായുള്ള ചർച്ചയിൽ കൃത്യമായി അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ മുന്നോടി എന്ന നിലയിൽ അസിം മുനീറിന്റെ സാന്നിധ്യവും അസിം മുനീർ നടന്ന പ്രസ്താവനകളെയും കാണുകയാണ്. ഇതൊരു വളരെ സങ്കീർണമായ ഒരു സിറ്റുവേഷനാണ്. ശ്രീ ഗോപികൃഷ്ണൻ, നോക്കൂ, അസിം മുനീർ എന്ന വ്യക്തി പറഞ്ഞ 3-4 കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് പരിശോധിക്കാം. ഇതിൽ ശ്രീ വേണു രാജാമണി സാറും അതുപോലെ IAEA മുൻ ഉദ്യോഗസ്ഥ പ്രതിനിധിയും എല്ലാം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ലുക്ക്, ഒരു ആണവ ഭീഷണി എന്ന് പറയുന്നത് ഒരു ഫോറിൻ ലാൻഡിൽ വെച്ച് ഒരു വ്യക്തി, അതാരുമായിക്കൊള്ളട്ടെ, മുഴക്കുന്നത്, പ്രത്യേകിച്ച് അമേരിക്കയുടെ മണ്ണിൽ വെച്ച് മുഴക്കുന്നത് ഇദം പ്രഥമമായിട്ടാണ്. അത് അമേരിക്ക കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനാവില്ല. ഇതൊക്കെ ഒരു സ്റ്റേജ് മാനേജ്ഡ് ആണ്, എൻജിനീയർഡ് ആണ് എന്ന് പറയാൻ കാരണം അവിടെ കൂടി വന്നിരിക്കുന്നത് എന്താണ് ചടങ്ങ്, ഔപചാരിക ചടങ്ങല്ല. ഇത് ഔപചാരിക ചടങ്ങിന് ശേഷം ആ ഒരു സൈനിക മേധാവി, അവിടുത്തെ സെൻട്രൽ കമാൻഡിന്റെ മേധാവിയുടെ സെൻഡ് ഓഫ് സെറമണി കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ വംശജരായ പാക് ബിസിനസ്സുകാർ അല്ലെങ്കിൽ അമേരിക്കൻ പൗരന്മാരായ പാകിസ്ഥാൻ വംശജർ അവരെല്ലാം ഒത്തുകൂടിയ ഒരു ഇടത്ത് നിങ്ങളുടെ മൈക്കുകൾ, മൈക്രോഫോൺസ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് എല്ലാം സറണ്ടർ ചെയ്യുക, നിങ്ങൾ എന്നെ കേൾക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്, 4 കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒന്ന്,
ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് അതിന് തൊട്ട് ശേഷം അതിന് മുമ്പ് തന്നെ ഈ ജലം ഈ സിന്ധു നദീജലം മരവിപ്പിച്ചതിൻ്റെ അല്ലെങ്കിൽ ആ കരാർ മരവിപ്പിച്ച് പാകിസ്ഥാനിലേക്കുള്ള നീരോട്ടം തടഞ്ഞ ഇന്ത്യയുടെ നടപടിക്ക് പാകിസ്ഥാൻ മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല. അത് രാജ്യത്തോട് പാക് ജനതയോടായി അമേരിക്കയിൽ വെച്ച് നടത്തിയ പ്രസ്താവനയാണെങ്കിൽ പോലും അമേരിക്കയുടെ കൂടെ എൻഡോഴ്സ്മെന്റ് അതിനുണ്ട്. ജലം അവിഭാജ്യ ഘടകമാണ്, ലോക സമാധാനത്തിന് അവിഭാജ്യ ഘടകമാണ്. നിങ്ങൾ ഡാം കെട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ മിസൈലുകൾ വന്ന് ആ ഡാം തകർക്കും. അതാണ് ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഇന്ത്യ ഷുഡ് നോട്ട് എൻറ്റർ ഇൻ ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം, അത് ചെയ്യരുത് എന്ന ഒരു വെയിൽഡ് ത്രെട്ടാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമി ഈസ് ഓൺ എ ഗുഡ് ട്രാക്ക് എന്ന എൻഡോഴ്സ്മെന്റ് ആണ്. അതൊരു ഒരു തരത്തിൽ പറഞ്ഞാൽ ഫുട്ട് ഇൻ ദ മൗത്ത് എന്ന നിലയിലായി. കാരണം പറഞ്ഞത് വിടുവായത്തരമായോ എന്നൊരു ശങ്ക ഇപ്പോൾ അസീമിനോട് തോന്നുന്നുണ്ടാകും. ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ഹൈവേയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ബെൻസ് കാറിനോടാണ്. പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചരക്ക് കയറ്റി വരുന്ന ഒരു ജീർണിച്ച ഒരു ട്രക്കിനോടാണ്. ഇത് തമ്മിൽ കൂട്ടിയിടിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ട് പറയുകയാണ്. സോ ദ സ്റ്റേറ്റ് ഓഫ് പാക് ഇക്കോണമി അത് തുറന്ന് സമ്മതിക്കുകയാണ്. അതൊരു അബദ്ധ പ്രസ്താവനയായി പോയി. മറ്റൊരു അബദ്ധ പ്രസ്താവന എന്ന് പറയുന്നത് പാകിസ്ഥാൻ will not hesitate to hit the economic target, trade, economic, commercial, business target. അതിന്റെ ഭാഗമായിട്ടാണ് അംബാനിയുടെ റിലയൻസിന്റെ കേന്ദ്രങ്ങൾ, എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ ഞങ്ങൾ തകർക്കും എന്ന ആ ഒരു ആക്രമണോത്സവമായ ഒരു കാര്യമാണ്. കാരണം ഇന്ത്യക്ക് എവിടെയാണോ വേദനിക്കുന്നത്, ഇന്ത്യ ഈസ് എ 4.1 ട്രില്യൺ ഇക്കോണമി. നമ്മൾ വി ആർ സിറ്റിംഗ് പ്രട്ടി. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് വർദ്ധിക്കുകയാണ്, എക്സ്പോർട്ട്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡൊമസ്റ്റിക് ഇക്കോണമി 6.5% വളരുകയാണ്, GDP വളർച്ച 6.5% നിൽക്കുകയാണ്. അമേരിക്കയുമായുള്ള ട്രേഡ് നഷ്ടപ്പെട്ടാൽ പോലും നമ്മൾക്കൊരു റിവൈസ്ഡ് എസ്റ്റിമേറ്റായി 6.2-6.3% GDP ഗ്രോത്ത് പ്രതീക്ഷിക്കാം. പാകിസ്ഥാൻ അവിടെ ഇല്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇക്കോണമിയെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യും എന്ന ഒരു വെയിൽ ത്രെട്ടാണ്. അതൊക്കും മേലെയാണ് ലോകരാജ്യങ്ങളോടായി അസിം മുനീർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ ഞങ്ങളുടെ കൈവശം ഷാഹീൻ 3 മിസൈലുകളുണ്ട്, ഷാഹീൻ 2 2750 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുണ്ട്, 2000 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകളുണ്ട്, ഞങ്ങളുടെ ഗോറി മിസൈലുകളുണ്ട്. ആണവായുധങ്ങൾ വിന്യസിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഒരുപക്ഷെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും, സൗത്ത് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളും ടാർഗറ്റ് ചെയ്യാൻ കഴിയും. ലോക ജനസംഖ്യയുടെ പകുതിയും ഞങ്ങൾ തകർക്കും. ഇത് കേട്ടതിന് ശേഷം ഇവിടെ യുണൈറ്റഡ് നേഷൻസ് മൗനമായിരിക്കുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഇന്ത്യ പ്രതികരിച്ചു എന്ന് പറഞ്ഞത് പകുതി ഒരുതരം തമാശ മട്ടിൽ. ഇതൊരു ജൽപ്പനങ്ങൾ മാത്രമാണ്, പരാജിതന്റെ ജൽപ്പനങ്ങൾ എന്ന ഗണത്തിൽ പെടുത്താമെങ്കിലും പറയുന്നത് എപ്പോഴും പരാജയപ്പെട്ട് നിൽക്കുന്ന രാജ്യത്തിന്റെ ആവശ്യമാണ് ഒരു യുദ്ധം ഉണ്ടാവുക. അങ്ങനെ രാജ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുക, പാകിസ്ഥാന്റെ വൈവിധ്യങ്ങളെ അല്ലെങ്കിൽ ഫിസിപ്രസ് ടെൻഡൻസീസിനെ മാറ്റി ഏകമനസ്സോടുകൂടി ഇന്ത്യക്കെതിരെ നിൽക്കാനായി ജനങ്ങളെ സജ്ജരാക്കുന്നതിനുള്ള ഒരുതരം ജിങ്കോയിസമായി വേണമെങ്കിൽ ഇതിനെ കാണാം. അങ്ങനെ മൾട്ടിപ്പിൾ ഉദ്ദേശത്തോടു കൂടി ഡൊണാൾഡ് ട്രംപ് മൗനമായി സമ്മതം കൊടുത്തു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ഇന്ത്യയെ പല രീതിയിൽ ജനിക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാനെ ഉപയോഗിക്കുക. നോക്കൂ, യൂസ് ആൻഡ് ത്രോ എന്നത് അമേരിക്കയുടെ എക്കാലത്തെയും നയമാണ്. ശാശ്വതമായി ഒരിക്കൽ പോലും ഭാരതവും അമേരിക്കയും തമ്മിൽ ആ രീതിയിലുള്ള സൗഹൃദം ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന സൗഹൃദത്തിന്റെ ആഴതലങ്ങൾ വളരെ പരിമിതമായിരുന്നു എന്ന് ഇപ്പോൾ വേദനയോടുകൂടി ഭാരതം ഒരുപക്ഷെ ഭാരതത്തിന്റെ നയതന്ത്ര വിദഗ്ധന്മാർ, നമ്മുടെ പോളിസി മേക്കിംഗ്, ഡിസിഷൻ മേക്കിംഗ്, എസ്റ്റാബ്ലിഷ്മെന്റ് അപ്പാരറ്റസ് മനസ്സിലാക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യ ഈസ് ട്രെഡിങ് വെരി കോഷ്യസ്ലി, വളരെയധികം സാവധാനത്തിൽ, പെട്ടെന്ന് ചാടിക്കേറിയ അഭിപ്രായം പറയാതെ. ഈവൻ അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് നെഗോസിയേഷൻ തന്നെ ഓൾ ഓപ്ഷൻസ് ആർ ഓപ്പൺ. അത്രക്ക് കഠിനമായ രീതിയിൽ ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളുമായി, റഷ്യയുമായി, മറ്റെല്ലാ രീതിയിലും ഇന്ത്യ ഈസ് ട്രൈങ് ടു ഡൈവേഴ്സിഫൈ ഇറ്റ്സ് എക്സ്പോർട്ട്സ്. എല്ലാം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാൻ ജനറലിന്റെ അമേരിക്കയിൽ വെച്ചുള്ള ഈ പ്രസ്താവനയുടെ പൊരുൾ ഭാരതത്തിന് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് ഒരു സ്റ്റേറ്റ്